ഇതേപോലെ അസ്സമദിന് പറയപ്പെട്ട മറ്റൊരർത്ഥമാണ്, അതാണ് നമുക്കിടയിൽ ഇന്ന് പ്രചാരമുള്ള അർത്ഥം. എന്താ? അള്ളാഹു പരാശ്രയമുക്തനാണ്, അവൻ നിരാശ്രയനാണ്. എല്ലാവർക്കും എല്ലാവരുടെ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്രിതനാണ്. ആളുകൾ ആരൊക്കെയായാലും ഏത് തരക്കാരായാലും അവരുടെ ആവശ്യങ്ങളും തേട്ടങ്ങളും എത്രയായാലും എത്ര വൈവിധ്യമായാലും ഏത് ഭാഷയിലാണ് അവരുടെ ആവശ്യപ്പെടലെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. അള്ളാഹു അസമദാണ്. എല്ലാവരുടെയും ആവശ്യങ്ങൾ അതറിഞ്ഞ് നൽകേണ്ടത് നൽകുന്നവനും എല്ലാവർക്കും ആശ്രയമായി വർത്തിക്കുന്നവനുമാകുന്നു അസമദായ അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്താ അള്ളാഹു പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, ഫക്കീറന്മാരാണ്. ആരിലേക്കാണ് ഫക്കീറന്മാർ? മനുഷ്യർ, അവർ ആരായാലും എല്ലാ മനുഷ്യരും അള്ളാഹുവിലേക്കാണ് ആവശ്യക്കാർ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ആകുന്നു ധന്യൻ, അവൻ സ്തുത്യർഹനാണ്. മനുഷ്യർ ഇനി എത്ര ഉള്ളവനായാലും അവൻ ആരായാലും അള്ളാഹുവിലേക്ക് ആശ്രിതനാണ്, ആവശ്യക്കാരനാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു ഖുദ്സിയായ ഹദീസിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. എന്താ അള്ളാഹു പറയുന്നത്? യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമ, എൻ്റെ ദാസന്മാരെ, അനീതിയും അക്രമവും എൻ്റെ മേൽ ഞാൻ നിഷിദ്ധാക്കിയിട്ടുണ്ട്. അള്ളാഹു അനീതി കാണിക്കൂല, അള്ളാഹു അക്രമം കാണിക്കൂല. അള്ളാഹു തനിക്ക് നിഷിദ്ധമാക്കിയതാണ് അക്രമം, അന്യായം എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹിൻ്റെ വസിയ്യത്ത് എന്താ? വജഅൽതുഹു ബൈനകും മുഹറമ ഫലാ തദാലമു, നിങ്ങൾക്കിടയിലും നിങ്ങൾ അന്യായം കാണിക്കുന്നത്, അക്രമം കാണിക്കുന്നത് ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം അക്രമം കാണിക്കരുത്, അന്യായം കാണിക്കരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ ഇബാദി കുല്ലുക്കും ദ്വാല്ലുൻ ഇല്ലാ മൻ ഹദൈതു ഫസ്തഹ്ദൂനി, ഞാൻ ആർക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലേ അവരെല്ലാവരും വഴികേടിലുള്ളവരാണ്. ഫസ്തഹ്ദൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്തിന് തേടിക്കോളി. കാരണം ഞാൻ ഹിദായത്ത് നൽകിയവർക്കാണ് ഹിദായത്ത്. ഞാൻ ആർക്ക് ഹിദായത്ത് തടഞ്ഞോ അവർക്ക് ഹിദായത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബൂ താലിബ് ഏറ്റവും വലിയ ഉദാഹരണം. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച് റസൂലുള്ളാഹിൻ്റെ സംരക്ഷകനായിട്ട് 42 വർഷം ഉണ്ടായിട്ടുണ്ട്. 42 വർഷം. അതിന് മുമ്പ് റസൂലുള്ളാഹിനെ അറിയില്ല എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിൽ അതിന് മുമ്പ് തന്നെ വാപ്പ മരിച്ചിട്ടുണ്ട്, അബ്ദുള്ള മരിച്ച്. പിന്നെ 4 വർഷം സഅദിയയിൽ ഹലീമയുടെ മുലയൂട്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നത്. 4-ാം വയസ്സിൽ ഹലീമ സഅദിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മാക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ ഉമ്മയോടൊപ്പം 2 വർഷം 6 വയസ്സ് വരെ താമസിച്ചു. 6-ാം വയസ്സിൽ ഉമ്മ മരിച്ചു. പിന്നീട് വലിയ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്ത് 6 വയസ്സ് മുതൽ 8 വയസ്സ് വരെ അബ്ദുൽ മുത്തലിബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോറ്റി വളർത്തിയത്. 8-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8-ാമത്തെ വയസ്സിൽ വലിയാപ്പ മരിച്ചു. ആ 8 വയസ്സ് മുതൽ റസൂലുള്ളാഹിൻ്റെ 50-ാമത്തെ വയസ്സ് വരെ എത്ര വർഷം? അപ്പോൾ 42 വർഷം റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാവിലും പകലിലും അബൂ താലിബ് ഒപ്പമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ അവസ്ഥകളും നന്നായി അറിയുന്ന അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് ലഭിച്ച് നബിയായി വാഴ്ത്തപ്പെട്ട് 40-ാമത്തെ വയസ്സിൽ, അതിനുശേഷം 10 വർഷം അബൂ താലിബ് കൂടെ ഉണ്ട്. ആ അബൂ താലിബ് 42 വർഷം റസൂലുള്ളാഹിൻ്റെ താങ്ങായി തണലായി ഈ ദുനിയാവിലെ സംരക്ഷകനായിട്ട് ജീവിച്ച അബൂ താലിബ് 10 കൊല്ലം നബിയായിട്ട് റസൂലുള്ളാഹിൻ്റെ കൂടെ ഉണ്ട്. നാവുകൊണ്ട് പ്രഖ്യാപിക്കും ചെയ്തു, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയ്യത്തി ദീന, മുഹമ്മദിൻ്റെ ദീന് പടപ്പുകൾക്കറിയപ്പെട്ട ദീനിൻ്റെ ഏറ്റവും ഉത്തമമായ ദീനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ച അബൂ താലിബ്
എന്താ അബൂ താലിബിൻ്റെ അവസ്ഥ? അള്ളാഹു ഹിദായത്ത് നിഷിദ്ധാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉത്കടമായ ആഗ്രഹം ഉണ്ടായിരുന്നു അബൂ താലിബ് ഹിദായത്ത് ഉൾക്കൊള്ളാൻ. പക്ഷെ എന്താ അള്ളാഹു പറഞ്ഞത്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയൂല, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹിദായത്തേക്കുന്നതാണ്. 42 വർഷം ഒന്നിച്ചുണ്ടായ അബൂ താലിബ് ഹിദായത്ത് ലഭിക്കാതെയാണ് മരിച്ചത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. എന്നാൽ നിമിഷങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്ന് ചിലർക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ അവിടെ അബൂ മഹ്ദൂറയുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അബൂ മഹ്ദൂറ റസൂലുള്ളാഹിൻ്റെ കഠിന ശത്രുവാണ്. റസൂലുള്ളാഹിനെ വളരെ ദേഷ്യമായിരുന്നു. കൗമാരപ്രായക്കാരനാണ്. ബിലാൽ ബാങ്ക് കൊടുക്കുകയാണ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ ആ ബാങ്കുലി കേട്ടിട്ട് അല്ലാഹു അക്ബർ ബാങ്ക് വിളിയെ കളിയാക്കാണ് അബൂ മഹ്ദൂറ. ആ അബൂ മഹ്ദൂറയെ റസൂലുള്ളാഹി വിളിച്ചിട്ട് നെഞ്ചത്തൊന്ന് കൊട്ടി. ആ അബൂ മഹ്ദൂറ ഇസ്ലാം സ്വീകരിച്ചിട്ട് അതുമുതൽ റസൂലുള്ളാഹിൻ്റെ ബാങ്കിയാണ്, മക്കയിലെ ബാങ്കിയാണ്, മസ്ജിദുൽ ഹറാമിൽ ബാങ്കിയാണ്. ഇപ്പോൾ ഹിദായത്ത് ആരാ ഉടമപ്പെടുത്തിയ? അള്ളാഹുവാണ്. ആ ഹിദായത്ത് അള്ളാഹു ആർക്കാ നൽകിയത്? അവരാണ് ഭാഗ്യവാന്മാർ. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് എല്ലാവരുടെയും ആശ്രയം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എല്ലാവരും ആവശ്യക്കാരാണ്. നമ്മളെല്ലാവരും ആവശ്യക്കാരാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ ഫക്കീറന്മാരാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞതായിട്ട്, ഞാൻ ആർക്ക് ഹിദായത്ത് നൽകിയോ അവർക്ക് ഹിദായത്തുണ്ട്, അതില്ലാത്തവർ വഴികേടിലാണ്, എന്നോട് ഹിദായത്തിനെ ചോദിച്ചോളിയും എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ യാ ഇബാദി കുല്ലുക്കും ജാഇഉൻ ഇല്ലാ മൻ അത്അംതുഹു, എല്ലാവരും എൻ്റെ ദാസന്മാരെ നിങ്ങൾ വിശപ്പിലാണ്, ഞാൻ അന്നം നൽകിയവൻ അല്ലാതെ, അതുകൊണ്ട് ഫസ്തത്ഇമൂനി, നിങ്ങൾ എന്നോട് അന്നം ചോദിച്ചോളിയും തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങൾ അവൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി അത് ആവശ്യപ്പെടാൻ പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയാണ്. എന്താ പറയുന്നത്? യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമു ഫി സഈദിൻ വാഹിദിൻ ഫസഅലൂനി ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖിയതു ഇദാ ഉദ്ഖിലൽ ബഹർ. അവിടെയാണ് നമ്മളുടെ വിഷയം. എന്താ അള്ളാഹു പറയുന്നത്? എൻ്റെ ദാസന്മാരെ, ലൗ അന്ന അവ്വലക്കും, നിങ്ങളിൽ ആദ്യത്തെ വ്യക്തി ആരാ? ആദമാണ്. വ ആഖിറക്കും, അവസാനത്തെ വ്യക്തി, അന്ത്യനാളോടനുബന്ധിച്ച് അവസാനം ഈ ഉലകത്തോട് വേർപെടുന്ന വ്യക്തി. വ ഇൻസക്കും വ ജിന്നക്കും, ഇൻസും ജിന്നും എല്ലാവരും ഖാമു ഫി സഈദിൻ വാഹിദിൻ, ഒരൊറ്റ നിരത്തിൽ എല്ലാവരും നിന്ന്. ആദം നബി മുതൽ ആദ്യാന്തമുള്ള പടപ്പുകളൊക്കെ ഒരു നിരത്തിൽ, ഇൻസും ജിന്നും ഒക്കെ നിന്ന്. എന്നിട്ട് അള്ളാഹു പറയാണ് ഫസഅലൂനി, എല്ലാവരും എന്നോട് ചോദിച്ച്. എല്ലാവരും ചോദിച്ച്. ആളുകൾക്ക് ദുനിയാവ് പറഞ്ഞാൽ എന്താ? എത്ര ആയിട്ടുണ്ടെങ്കിലും ഓരോരുത്തർക്കും ദുനിയാവിൻ്റെ വിഷയത്തിൽ എത്രയും കിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും. നാട് വീതിച്ചു കൊടുക്കാൻ പണ്ടൊരു ഭരണാധികാരി തീരുമാനിച്ചതാണ്. രാവിലെ എല്ലാവരും പ്രജകളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് ഓടിയിട്ട് എത്തണോടം വരെ ഓരോരുത്തർക്കും വീതിച്ച് തരും എന്ന് പറഞ്ഞു. ഓരോരുത്തർ ഓടി 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 കുറേയൊക്കെ ഓടിയൊക്കെ തിരിച്ചു വന്ന്, ആർത്തിക്കാർ അതിനനുസരിച്ച് ഓടി. ഒരുത്ത ഓടി ഓടി തിരിച്ചു വന്നില്ല. അപ്പോൾ രാജാവിനെ പേടിച്ച് നാടൊന്നായിട്ട് കൊടുക്കേണ്ടി വരുന്നു. അയാളെ തിരഞ്ഞു നോക്കി ആളെ വിട്ടപ്പോൾ പറഞ്ഞത്, അന്വേഷിച്ച് വന്നപ്പോൾ പറഞ്ഞത് 6 അടി മണ്ണ് മതി എന്നാണ്. കാരണം ആർത്തിയിൽ ഓടിയിട്ട് വീണ് മരിച്ച് അയാൾക്ക് കുറച്ച് മതി, 6 അടി. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഏതായാലും എല്ലാവരും നിന്ന് എല്ലാവരുടെയും ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരും ചോദിച്ചത് അവർക്ക് നൽകുകയാണ് എങ്കിൽ എന്താ പറഞ്ഞത്? മാ നഖസ ദാലിക മിമ്മാ ഇൻദി, എൻ്റെ അടുക്കലുള്ളതിൽ നിന്ന് അത് കുറക്കുകയില്ല. ഇല്ലാ കമാ യൻഖുസുൽ മിഖിയതു ഇദാ ഉദ്ഖിലൽ ബഹർ, ഒരു സൂചി അത് സമുദ്രത്തിൽ മുക്കിയാൽ ആ സൂചിയിൽ വന്ന നനവുണ്ടല്ലോ, അതെത്രയാണോ അത്രയല്ലാതെ. അല്ലാഹു അക്ബർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാ? ആദം നബി മുതൽ ഉള്ള മുഴുവൻ പടപ്പുകളും ഇൻസും ജിന്നും ഒന്നടങ്കം ഒരു നിരത്തിൽ നിന്നിട്ട് ഓരോരുത്തരും തങ്ങൾക്ക് വേണ്ടതൊക്കെ അള്ളാഹിനോട് ചോദിക്കുകയാണ്. അവരുടെ ചോദ്യമൊക്കെ അള്ളാഹു നൽകുകയാണ് അള്ളാഹുവിൻ്റെ മുൽക്കിൽ നിന്ന്. എന്നാലും അള്ളാഹുവിൻ്റെ മുൽക്കിൽ നിന്ന് കുറയൽ, ഒരു സൂചി സമുദ്രത്തിൽ കുത്തിയെടുത്താൽ
ആ സൂചിയിൽ പറ്റിയ നനവ് അത്രമാത്രമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെത്ര ധന്യനാണ്. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആ അള്ളാഹുവിൽ ആശ്രിതരാണ് നമ്മളെല്ലാവരും, അള്ളാഹുവിലേക്ക് ഫക്കീറന്മാരാണ് നമ്മളെല്ലാവരും എന്നാണ് നമ്മൾ സഹോദരന്മാരെ പഠിപ്പിക്കപ്പെട്ടുള്ളത്.